അവരുടെ ആ ലൈംഗികാവയവുമായി ബന്ധപ്പെടുത്തി ആ വില പറഞ്ഞുറപ്പിച്ച് പുരുഷൻ അധീനപ്പെടുത്തി കൊടുക്കുന്ന ഏർപ്പാടാണ് കല്യാണം, ഇസ്ലാമിലെ ആ കല്യാണം. അതിന് നിശ്ചയിക്കുന്ന ഒരു മൂല്യമാണ് മഹർ. സെക്കൻഡ് ഞാൻ പറയാം, അതിന് ഉദാഹരണത്തോടെ നിശ്ചയിക്കുന്ന പറയാം, മൂല്യമാണ് പറയാം, മഹർ. ഒരു ഉദാഹരണത്തോടെ പറയാം. പറയട്ടെ, അത് കംപ്ലീറ്റ് ആ ചെയ്യല്ല. അതിന് നിശ്ചയിക്കുന്ന മൂല്യമാണ് മഹർ. അങ്ങനെ മഹർ നിശ്ചയിച്ച് സ്ത്രീ ശരീരം ഈ മഹറിന് പകരമായി പുരുഷന് കൈമാറിയാൽ പിന്നെ ആ പുരുഷൻ ഈ കൃഷിയിടത്തിൽ സുഖാസ്വാദനം തടയാൻ ഈ സ്ത്രീക്ക് അവകാശമില്ല. അത് മാത്രല്ല ലേഖസായി അല്ല, ഇല്ലല്ലോ, വ്യത്യാസമില്ല. ഇത്രയും പറഞ്ഞ ഓക്കെ അല്ലേ? ഞാൻ പറയാം. അല്ല, ഇത് പോരായ്മ ഉണ്ടെന്നുകൊണ്ട് പറഞ്ഞു. അതായത് ഒരു സ്ത്രീയുടെ ബാധ്യത ഭർത്താവ് ഏറ്റെടുക്കുന്നതോട് കൂടിയിട്ട് ഫർദ് സുന്നത്തായി മാറുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞുതരാം. ഓൾക്ക് ഫർളായി കിടക്കുന്ന സംഗതി ഭർത്താവ് ഏറ്റെടുക്കുന്നതോട് കൂടിയിട്ട് അവൾക്ക് സുന്നത്തായി മാറി. ഞാൻ ഡീപ്പായിട്ട് പറയാം. അതായത് ഒരു അത് ഒരു കുട്ടിക്ക് അസുഖമായി, തിരക്കൂട്ടല്, ഒരു കുട്ടിക്ക് അസുഖമായി, ഭർത്താവിന്റെ കയ്യിൽ ഒന്നുമില്ല, പാപ്പരാണ്. അതേ സ്ഥാനത്ത് ബാങ്ക് അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് റുപ്യ സ്ത്രീന്റെ കയ്യിലുണ്ട്. ഈ സ്ത്രീ അതിന് ₹1 ചെലവഴിക്കേണ്ട ബാധ്യതല്ല. ഇത് ബാധ്യതല്ലാതെ ചെലവഴിക്കാതെ ആ കുട്ടി മരണപ്പെട്ടു പോയാലും ശരി, ആ കുട്ടീനോട് പടച്ചവൻ ചോദിക്കൂല ഈ എന്തുകൊണ്ട് ചെലവാക്കിയില്ല എന്നുള്ളത്. കണ്ടോ? ആ പെണ്ണിനോട് ചോദിക്കൂല. ഓൾക്ക് സുന്നത്തുള്ളൂ. അതേ സ്ഥാനത്ത് ഇതിനും പിടിക്കൽ ആരാണ്? ഭർത്താവ്. ഇതുപോലെ ഒരു വലിയ ബാധ്യത ഒരു ഭർത്താവ് തലേക്ക് വെച്ച് കയറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് പഠിച്ചോ പറഞ്ഞ നിങ്ങൾ അഥവാ സുജൂദ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്നോട് പറയാനുള്ള കാരണം. ഇത് ഡീപ്പായിട്ട് സംസാരിക്കേണ്ട വിഷയം തന്നെയാണ്. നിങ്ങൾ ഞാൻ ഒരു ഉപകാരം വ്യക്തിപരമായിട്ട് നിങ്ങളോട് അങ്ങേയറ്റത്തെ സ്നേഹമുണ്ട്. ഞാൻ നല്ല പച്ചയിൽ നിങ്ങൾ വഞ്ചിച്ചിട്ടുണ്ടെങ്കിലും മകളുടെ ഇവിടെ സുന്നത്തായി ലൈംഗിക